സ്റ്റേഡിയത്തിൽ ഒരു മർഡർ നടന്നിട്ട് പ്രതിയായ ഒരാൾ നേരെ എറണാകുളത്ത് നിൽക്കാൻ പറ്റാതെ വന്ന് നേരെ മരടിൽ വന്ന് താമസിച്ചു. അപ്പൊ അതിനുശേഷം ഒരാളിന്റെ നേതൃത്വത്തിലാണ് അവിടെ ഇത് വളർന്നത്. അപ്പൊ പുതുതായിട്ട് വന്ന റിക്രൂട്ട് ചെയ്യപ്പെട്ട ആളെ ഈ വിഷയം ഏൽപ്പിച്ചപ്പോൾ അയാൾ നേരെ പോകുന്നു, അവന്റെ വീട്ടിൽ കയറുന്നു. അവൻ അവിടെ നിന്ന് ആസിഡ് ബൾബ് വെച്ച് ഇവരെ തിരിച്ചാക്രമിച്ചു. കയ്യിൽ വാളുണ്ടായിരുന്നു. അപ്പൊ അകത്ത് കയറി അവന്റെ കൊച്ചിനെടുത്തിട്ട് കൊച്ചിന്റെ കഴുത്തിൽ വാള് വെച്ചിട്ട് പറഞ്ഞ്, നീ വാള് താഴെയിട്ടില്ലേ, കൊച്ചിനെ കൊല്ലുന്നു. ഗുണ്ടാണെങ്കിലും കുട്ടികളോട് സ്നേഹമുള്ള മക്കളോട് സ്നേഹം ഉണ്ടാവുമല്ലോ. അവൻ വാള് താഴെയിട്ടപ്പോൾ തന്നെ അവനെ വെട്ടി കൊന്നു. ഈ മരടിലെ ഗുണ്ടകളിൽ പലർക്കും സിഗരറ്റ്, ഇപ്പോൾ വലിയ വലിയ വണ്ടികളാണ് സിഗരറ്റ് കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ സിഗരറ്റാണ്. അതുകൊണ്ട് അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഈ മരടിലെ ടീമാണ്. അതുപോലെ സ്പിരിറ്റ് കേരളത്തിലേക്ക് വരുന്നതിന് ഞാൻ അത്രയും ലിറ്റർ സ്പിരിറ്റ് ഒന്നും കണ്ടില്ല. ഒരു വലിയ ഗോഡൗൺ നിറച്ച് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് സ്പിരിറ്റ്. അനേകായിരം കുപ്പി ചാരായമാകാൻ വേണ്ടി മനുഷ്യരെ കാത്തിരിക്കുന്ന വലിയ ഒരു മദ്യത്തിൻ്റെ കൂമ്പാരം. അതായത് കേരളത്തിൽ അന്ന് ഒരേ റിപ്പോർട്ട് ചെയ്യൽ വെച്ച് ഏറ്റവും നല്ല മദ്യവേട്ട, സ്പിരിറ്റ് വേട്ട ഞങ്ങൾ നടത്തി. കഴിഞ്ഞ 2 വീഡിയോകളിൽ നമ്മൾ തമ്മനം പറഞ്ഞു, മട്ടാഞ്ചേരി പറഞ്ഞു. അപ്പോൾ മരട് പറഞ്ഞില്ലെങ്കിൽ മരട് നിവാസികൾക്ക് ഒരു സങ്കടമാവും. മരടിൽ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട കുറേ പേരുണ്ട്, അവർക്കും സങ്കടമാവും. അവരെ പറ്റി പറഞ്ഞേക്കാം. ഈ മരട് കേന്ദ്രീകരിച്ചുള്ള അത് ഒരു തവണ പറഞ്ഞാൽ തീരില്ല. ഇതിങ്ങനെ കുറേ സീരീസ് പറയാനുണ്ടാവും. ഞാൻ ആദ്യം തുടക്കം പറയാം. ഞാൻ തൃപ്പൂണിത്തുറ ഉണ്ടായിരുന്ന സമയത്ത് കേട്ടിട്ടുള്ള ഒരു ഗ്യാങ് ഉണ്ട്, 18 കമ്പനി. അല്ല, അവരുടെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല. ആ കമ്പനി മൊത്തമായിട്ടാണ് അറിയപ്പെടുന്നത് 18+1/2. അവര് ഒരു പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആൾക്കാരായിരുന്നു. അവർക്ക് വേണ്ടി അടിപിടിയൊക്കെ നടത്തുന്ന ഒരു ടീം. പിന്നെ അവര് അതിൽ നിന്ന് അങ്ങോട്ട് വിട്ടിട്ട് ആ 18+1/2 ഈ പാർട്ടിയെയും വെട്ടി വലുതായി വളർന്നു. അവര് നാട്ടിൽ എറണാകുളത്തും തൃപ്പൂണിത്തുറയിലും പരിസരത്തും മരടിലും ഒക്കെ നടക്കുന്ന എല്ലാ അടിപിടി കേസുകളിലും ഒന്നുകിൽ അവർ തീർക്കും, അല്ലെങ്കിൽ അവർ അതിനെ മറുവശത്തിൽ പാർട്ടിയാകും. പിന്നീട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഒരു 3 സഹോദരന്മാരും കൂടെ ഇവരുടെ ഒരാളെ കൊന്നു. ആ ഇൻഫർമേഷൻ കൊടുത്തെന്ന് പറയുന്ന ഒരാളെ അവർ തിരിച്ചു കൊന്നു. പിന്നെ അവിടുത്തെ ഒരു പാർട്ടി ഓഫീസിൽ കയറിയവരൊരു മർഡർ, 1-2 പേരെ കൊന്നു. വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അതിനുശേഷം ക്രമേണ കുറേശ്ശെ ഇല്ലാതായിപ്പോയി. ഒരുപാട് കേസുകൾ വന്നു, മർഡർ കേസുകൾ വന്നു. കുറേ പേര് ജയിലിൽ പോയി. തിരിച്ച് അവരുടെ കൂട്ടത്തിൽ ഒരാളിനെ കിട്ടി. അങ്ങനെ അവർ ഈ ശരിക്കും പറഞ്ഞാൽ കർമ്മ, അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം കർമ്മം കൊണ്ട് അവർ അനുഭവിച്ചു. അവർ ഇല്ലാതായിപ്പോയി. പക്ഷേ അവർ തുടങ്ങി വെച്ച ഒരു ദുഷിച്ച മാതൃകയുണ്ടായി. അതിനെല്ലാം ഇൻസ്പയർ ചെയ്യപ്പെട്ട കുറെ ആൾക്കാർ. അതായത് അധികാരം അക്രമത്തിലൂടെ കൈക്കലാക്കുക, അക്രമം കാണിച്ച് പാവപ്പെട്ട മനുഷ്യരെ ഭയപ്പെടുത്തുക, അതിലൂടെ പണം സമ്പാദിക്കുക, വളരെ ലക്ഷറീസ് ലൈഫ് നടത്തുക. അപ്പൊ നാട്ടിലുണ്ടാകുന്ന അടിപിടി ബഹളങ്ങൾക്കെല്ലാം ഇവർ ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ അവര് പലരുടെയും കൊട്ടേഷൻ എടുത്ത് അടിക്കാൻ പോയി, പുറത്ത് പോയി പല സ്ഥലത്തും അടിച്ചു. പിന്നെ അതിനുശേഷം അത് അങ്ങനെ ക്രമേണ വളർന്നു വന്ന് എല്ലാ ഇല്ലീഗൽ ആക്ടിവിറ്റീസിലൂടെ കടന്നു വന്നു. പിന്നീട് സ്റ്റേഡിയത്തിൽ ഒരു മർഡർ നടന്നിട്ട് ആ മർഡറിനെ തുടർന്ന പ്രതിയായ ഒരാൾ നേരെ എറണാകുളത്ത് നിൽക്കാൻ പറ്റാതെ വന്ന് നേരെ മരടിൽ വന്ന് താമസിച്ചു. പിന്നെ അയാളുടെ നേതൃത്വത്തിൽ അവിടെ സംഘടിച്ചിട്ട് അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി വന്നു. അപ്പൊ അതിനുശേഷം ഒരാളിന്റെ നേതൃത്വത്തിലാണ് അവിടെ ഇത് വളർന്നത്. അപ്പൊ ചിലര് രാഷ്ട്രീയ വൈരം തീർക്കാൻ വേണ്ടി നമ്മുടെ എറണാകുളത്ത് തന്നെയുള്ള എറണാകുളം ജില്ലയാണ്, പക്ഷെ പുറത്തുള്ളൊരു സ്ഥലത്ത് ഒരാളെ കൊല്ലാനായിട്ട് വിടുന്നു. ഇവരിവിടെ നിന്ന് അവിടെ പോകുന്നു. ആ ഗ്രൂപ്പിൽപ്പെട്ടവരെല്ലാവരും കൂടെ പോയി അയാൾ അവിടെ പോയി കൊന്നു. അതിൽ കേസിൽ പ്രതിയായി. പിന്നെ തൃക്കാക്കരയിലെ ഒരാളെ പോയി കൊന്നു. ആ കേസിൽ പ്രതിയായി. ഈ കേസുകളിലെല്ലാം ഞാൻ കണ്ട ഒരു സംഭവം, പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രോസിക്യൂഷൻ നടന്നു, പക്ഷെ ഇതിനകത്തൊക്കെ വിറ്റ്നസ്സുകളെല്ലാം മാറ്റപ്പെട്ടു പോയി. പല കേസുകളും ചിലത് ശിക്ഷിച്ചു, ചിലത് ശിക്ഷിക്കാതെ വിട്ടു. അവിടെ എല്ലാം ഈ സാക്ഷികളെ ഭയപ്പെടുത്തുക, അവരെ സ്വാധീനിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗം ഗംഭീരമായിട്ട് നടന്നിട്ടുണ്ട്. പിന്നെ ഒരു കേസുണ്ടായാൽ ആ കേസ് വിചാരണയ്ക്ക് വരുന്നത് ഒരുപാട് കാലത്തിന് ശേഷമാണ്. സാക്ഷികൾ മരിച്ചു പോകും. ഇതിനകത്ത് ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും. പോലീസ് ഉദ്യോഗസ്ഥർ മാറിപ്പോകും. പുതുതായി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഇവരെ പറ്റി അറിവുണ്ടാകില്ല. കോടതിയിൽ വരുമ്പം സാക്ഷികളെ സ്വാധീനിക്കാൻ എളുപ്പമാണ്. ഒരു കോടതിയിൽ വരുന്ന ഒരു പോലീസുകാരൻ മാത്രമായിരിക്കും അവിടെയുള്ളത്. അയാളുടെ കണ്ണുവെട്ടിച്ച് ഇവരെ പിടിക്കുകയൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ സ്വാധീനിച്ച് കരഞ്ഞ പൈസ കൊടുത്തൊക്കെ കേസ് ഒത്തുതീർക്കും. അപ്പോൾ ശരിയായ രീതിയിലുള്ള ഒരു കൺവിക്ഷൻ ഈ പല കേസുകളിലും കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് ഈ ഗ്യാങ് മരടിൽ വളർന്നവർ. ഞാൻ AC തൃക്കാക്കര ആയിരുന്നപ്പം ഇതിലെ ഒരു ലീഡറും അയാളുടെ കൂട്ടത്തിലുള്ള വേറെ 2-3 കൊലക്കേസിലെ പ്രതികളും കൂടെ ഇവരുടെ എതിർ ഗ്രൂപ്പിൽപ്പെട്ട ഒരു കൂട്ടരുമായിട്ട് വഴക്കായി. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ചെറിയ ചെറിയ അടികൾ, 1-2 വെട്ട് ഒക്കെ ആയി. അപ്പൊ സിറ്റുവേഷൻ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്കറിയാം. അത് അങ്ങനെ അങ്ങോട്ട് വാശി മൂത്ത് വന്നാൽ എവിടെയെങ്കിലും ഒരു മർഡർ ഉണ്ടാവും. അപ്പൊ നമ്മളതിന് സ്ട്രോങ് ആക്ഷൻ എടുക്കാൻ തുടങ്ങി. തൃക്കാക്കര AC ആയിരുന്നു ഞാൻ. അതിൽ ഈ ഗ്രൂപ്പ് ലീഡറെ പിടിക്കാൻ പോകണം. അപ്പൊ എന്നോട് കമ്മീഷണർ പറഞ്ഞ് അത് എവിടെയുണ്ടെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ഞങ്ങളിങ്ങനെ ഓരോ പിന്നെ ഇതിനകത്തുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഗുണ്ടകൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നന്നായിട്ട് അറിയാം.
അവർ അറിയില്ല സാർ, എവിടെയാണ് അറിയില്ല, അവനുമായിട്ട് ഞാൻ വേണ്ടിയിട്ട് വർഷങ്ങളായി എന്നൊക്കെ പറയുമെങ്കിലും അത് ശരിയാവിരിക്കില്ല. ഇവർക്ക് തമ്മിലൊക്കെ എപ്പോഴും ബന്ധങ്ങളുണ്ടാവും. അതിലൊരാളെ ഞങ്ങൾ പൊക്കിക്കൊണ്ട് വന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ഗുണ്ടാ നേതാവ് തിരുവല്ലയിലെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിപ്പുണ്ടെന്ന് പറയുന്നു എന്നോ. ഞാൻ പറഞ്ഞു എനിക്ക് കാണിച്ചു തരണമോ. ഒരു സാറെ കാണിച്ചു തന്നാൽ അവരെന്നെ കൊല്ലും. ഞാൻ പറഞ്ഞു നീയാണ് പറഞ്ഞത്, ഞാൻ പറയില്ല, നീ എനിക്ക് കാണിച്ചു തന്നേ പറ്റുള്ളൂ. അവനപ്പോൾ അവിടുന്ന് തിരുവല്ലയിൽ ഒരാളെ വിളിച്ചിട്ട് ഏർപ്പാട് ചെയ്തു. ഞാൻ ഇവിടെ നിന്ന് പോയി അവരെ പിടിക്കണം. അതാണ്. അപ്പൊ എൻ്റെ കൂട്ടത്തിൽ അന്ന് നല്ല ടീമാണല്ലോ, ജോസി, ബിനു, ആ ടീമൊക്കെ ആയിരുന്നു, മധു, ആ ടീമെല്ലാം കൂടി ഞങ്ങൾ, പിന്നെ എൻ്റെ കൂട്ടത്തിലെ സ്ക്വാഡിൽ തന്നെ 8 പേര്, പിന്നെ കുറച്ച് ലോക്കൽ പോലീസുകാരെല്ലാവരും കൂടെ ചേർന്ന്, കാരണം വേറൊരു ജില്ലയിലേക്ക് പോവുകയാണ്, 2 ജില്ല കടന്നു പോകാൻ ഇറങ്ങിയപ്പം എന്നോടൊരാളെ ചെവി പറഞ്ഞു, സാർ നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന്, ഒരിക്കലും ആരെ പിടിക്കാനാണ് പോകണമെന്നും ഇപ്പോൾ ഇതിനകത്ത് ആരോടും മിണ്ടരുത്. മിണ്ടിയാൽ ഇതിനകത്ത് ഈ ആളിനോട് ബന്ധമുള്ളവർ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മിണ്ടാതെ വേണം പോകാൻ. ഞാൻ പറഞ്ഞു ശരി. ഒരു വലിയ വണ്ടിയിൽ കുറച്ച് പോലീസുകാർ പുറകിൽ, ഞങ്ങൾ 2 വണ്ടി മുംബൈയുമായിട്ട് പുറത്തു വിട്ടു. ഏതാണ്ട് ചങ്ങനാശ്ശേരി കോട്ടയം ജില്ല കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എല്ലാവരും മൊബൈൽ ഓഫ് ചെയ്യാൻ പറഞ്ഞു. മൊബൈൽ ഓഫ് ചെയ്ത് പോക്കറ്റ് വെച്ചോളാൻ പറഞ്ഞു. ഇനി ആരും മൊബൈലിൽ കളിക്കരുത്, നോ SMS, നത്തിങ്, എടുത്ത് മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. ഇനി നമ്മുടെ പ്രതിയെ പിടിച്ചതിന് ശേഷം പ്രതികാരമെന്ന് പറഞ്ഞിട്ടില്ല, നേരെ പോയി. അപ്പോൾ അന്നത്തെ പോക്ക് വളരെ ഗുണം ചെയ്ത, അതാണ് ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടുന്ന് പോയി ചങ്ങനാശ്ശേരി കഴിഞ്ഞു തിരുവല്ലയിൽ ചെന്നു. തിരുവല്ല ടൗണിലെ KSRTCയുടെ അടുത്ത് ഈ തട്ടുകട നടത്തുന്ന ഒരാളുണ്ട്. അപ്പോൾ അയാളുടെ അടുത്ത് ഇരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചെല്ലുമ്പം തല മുഴുവൻ വെള്ളമുണ്ടിൽ പൊതിഞ്ഞ് ഒരു രൂപ മുടയിൽപ്പുണ്ട്. അയാളെ എനിക്ക് അറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല, പിന്നെ കണ്ടാലും മനസ്സിലാവില്ല, കാരണം തല പൊതിഞ്ഞായിരിക്കണം. പേടിച്ചിട്ടാ, ഏതെങ്കിലും രീതിയിൽ വിവരം പുറത്തു പോയി കഴിഞ്ഞാൽ അവർക്ക് ഉപദ്രവതി അയച്ചു. അപ്പോൾ ഒരു സ്വല്പം തിരുവല്ലയിൽ അടിപിടിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളിൻ്റെ വീട്ടിൽ ഇവരുണ്ടെന്ന് എൻ്റെ ചെവി പറഞ്ഞു. അപ്പോൾ ഈ കൂടെ ഇരിക്കുന്നവർക്ക് ആർക്കും അറിയില്ല ആരെ പിടിക്കാനാണ്. നേരെ ഞങ്ങൾ ഇയാളെ കൂടെ, അയാളെ കേട്ടിട്ട് വേറെ കേട്ടാൽ സാർ, അയാളെ എൻ്റെ മടിയിലായിരുത്തിയത്, കൊണ്ടുപോയി ഇവരുടെ വീടിൻ്റെ കുറച്ച് ദൂരെ കൊണ്ടുപോയിട്ടു. അപ്പോൾ പറഞ്ഞ് ഡോർ വലിച്ചടയ്ക്കരുത്, കാരണം ഈ അകത്ത് കിടക്കുന്ന ആൾ ഭയങ്കര ഇൻ്റലിജൻ്റാണ്. അപ്പോൾ പോലീസിൻ്റെ വണ്ടിയുടെ ഡോർ അടയ്ക്കുന്ന ശബ്ദം കേട്ടാൽ അറിയാം, അപ്പം തന്നെ അവരോട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. അയാൾ ആ വീടിൻ്റെ മുന്നിൽ കൂടെ നടന്നു പോയി, ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു തന്നിട്ട് നടന്നങ്ങ് പോയി, ഉള്ളിൽ പോയി. ഞങ്ങൾ നേരെ വന്നു, പിന്നെ വീടിനടുത്ത് വന്ന് ഗേറ്റൊക്കെ പൂട്ടിയിരിക്കുകയാണ്, ചാടിയകത്ത് കയറി. അപ്പോൾ ഇടയ്ക്ക് ഡ്രെന്ന് പറഞ്ഞൊരു എന്തോ ഒരു സാധനം മുരളുന്നൊരു ശബ്ദം കേൾക്കാം. നോക്കിയപ്പം ഇരുട്ടത്തിൽ 2 കണ്ണ് കാണാം. അപ്പോൾ നല്ല ഉയരമുള്ള ഒരു കറുത്ത പട്ടി, ഭയങ്കര അഗ്രസീവാണ്, എനിക്ക് മനസ്സിലായത്. ഞാനപ്പോൾ തന്നെ വിചാരിച്ചു ഇത്രയും പോലീസുകാർ കൂടെ പോകുന്നതല്ലേ, അതും രാത്രി, വീട്ടുകാരെ ഇണക്കി അവരുടെ ഇവിടെ ആരെങ്കിലും കടിക്കും, കടിച്ചാൽ ചിലപ്പോൾ നമ്മൾ പത്തലിൽ പോയാൽ കഴുത്തിലൊക്കെ പിടിച്ചാൽ പ്രശ്നമാവും. അതുകൊണ്ട് ഞാനപ്പോൾ തന്നെ പിസ്റ്റൾ എടുത്തിട്ട് ഞാൻ നീട്ടി പിടിച്ചു. അവനിങ്ങനെ സ്മെല്ല് എടുക്കണുണ്ട് ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവൻ അഗ്രഷൻ ഒന്ന് കുറച്ച് മാറിയത്. ഞാൻ ചുമ്മാ അവർ കയറിപ്പെടാത്തെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ ആ പട്ടി വന്ന് നല്ല അനുസരണമുള്ള പോലെ കൂട്ടിലോട്ട് കയറി. നമ്മൾ ഉള്ളിൽ കിടുകിട ഇറക്കിയ റോഡ് വീലറാണ്. ഞാൻ പതുക്കെ പുറത്ത് നിന്ന് കൂട്ടി. അത് കഴിഞ്ഞ് നേരെ സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്നു. പൊട്ടി താഴെ ഉടമസ്ഥനെ വിളിച്ചു. ഉടമസ്ഥനോട് ആദ്യം ചോദിച്ച സാർ എങ്ങനെ ഇതിനകത്ത് കയറിയതാണ്. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഗേറ്റ് കയറി. പട്ടി എന്തേ ചോദിച്ചു. എൻ്റെ പട്ടിയോട് കൂട്ടിക്കിടക്കണം. അതെങ്ങനെ കയറിയത്? എനിക്ക് മനസ്സിലായത് നമ്മുടെ ഇതുകൊണ്ടൊന്നല്ല, ഇതിനകത്ത് അതിൻ്റെ തലയാഴ്ചയിൽ ഞങ്ങൾ ഫയറിങ്ങിന് കൊണ്ടുപോയിട്ട് അതിന് മറ്റേ ഗൺ പൗഡറിൻ്റെ സ്മെല്ല് കാണും, നമ്മളെക്കാളും നന്നായിട്ട് അത് സ്മെല്ല് ചെയ്യും. ഇത് അപകടകാരിയാണെന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കും തൊള്ളായിരുന്നു. അയാൾ വീട്ടിൽ കയറുന്നത് രസമാണ്, രണ്ടെണ്ണം അടിച്ചേച്ച് വരും. അടിച്ചിട്ട് ഇയാൾ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ പട്ടി അയാളെ വീട്ടിൽ കയറ്റത്തില്ല, കൊല്ലാൻ നിൽക്കാൻ. അല്ലെങ്കിൽ തന്നെ 1 മാസ്റ്ററാണ്. അതിൻ്റെ ഇയാളുടെ ഭാര്യ പറഞ്ഞാലേ അവർ കേൾക്കുള്ളൂ, കുട്ടികളോട് ഇഷ്ടമാണ്. ഇയാളെ കാണരുത്, ഇയാളെ കയ്യിൽ കൊണ്ടായിരിക്കും. എന്നാലും ഞങ്ങൾ ചെന്ന് ഇയാളെ വിളിച്ച് മോളിൽ കൊണ്ടപ്പോൾ ഞാൻ ചില കൊച്ചിക്കാരെ പിള്ളേരുണ്ടാ ചേച്ചി ഉണ്ടെന്ന് പറയും. എന്നാ വല്ല ഇരുമ്പൊല്ലും കയ്യിലുണ്ടാ ചേച്ചി. മുകളിലില്ല, താഴെ ഉണ്ടാവും. കിടക്കുന്ന മുറിയിൽ കയറുന്നത്. കൊട്ടി വിളിച്ചപ്പോൾ നമ്മുടെ മരടിലെ നേതാവും അയാളുടെ കൂട്ടത്തിലെ 2 നേരത്തെ എല്ലാം കുറേ കേസ് പ്രതികളാണ് ഒരു കൂടെ ഉണ്ടായിരുന്നു. അതിലൊരുത്തൻ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഡോർ തുറന്ന് അകത്തോട്ട് തലയിട്ട് ഓടി ആ പുറകിൽ നിന്ന് നടുക്ക് നിന്നവൻ നേരെ മറിഞ്ഞ് തലയടിച്ച് താഴോട്ട് വീണു. അവൻ്റെ ബോധം പോയി. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോലീസിനെ കണ്ടപ്പോൾ പേടിച്ചു പോയി. വലിയ ഗുണ്ടയാ. രാത്രി പോലീസിനെ കണ്ടപ്പം അവൻ്റെ ബോധം പോയിട്ട് ഞാൻ വെച്ച് തലയടിച്ചു ഇനി ഇവൻ ചത്തുപോയാൽ നമ്മൾ അവസാനം കൊലക്കേസിൽ പ്രതിയാവെന്ന് വിചാരിച്ചു. ഇനി എല്ലാവരും കൂടെ പറഞ്ഞിടേ ഉപദ്രവിക്കലെന്ന് പറഞ്ഞപ്പോൾ അവൻ എണീറ്റ് കുത്തിയിരുന്ന് വെള്ളമൊക്കെ കൊടുത്തു. അയാളെ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന വഴി ഞാൻ ഈ ഗുണ്ടകളെ പറ്റി പറയുന്നത്, ഇവരൊന്നും ശരിക്കും പോലീസിനെ എതിർക്കാനോ ഉള്ള കഴിവുള്ളവരൊന്നുമല്ല. അവിടെ നിന്ന് ഇവിടം വരെ സ്വൈര്യം തരാതെ ഇടിക്കരുത് സാർ എന്നും പറയും. പിന്നെ സ്വൈര്യം തരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ കണ്ടിട്ടുള്ള ഈ ഗുണ്ടകൾ. പക്ഷെ ഒരു ഗുണം കിട്ടി ഞങ്ങൾ തൃപ്പൂണിത്തുറ വന്ന് അകത്തെ CA ഓഫീസിൽ കൊണ്ടുപോയി ഇവരെ ഏൽപ്പിച്ച സമയത്ത്, ആ സമയത്ത് ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഒരാള്
ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ തന്നു. ഒരു 20,000 ലിറ്റർ സ്പിരിറ്റ് ഇവിടെ ആലുവയിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദിവസങ്ങളൊന്നും ഉറങ്ങിയിട്ടില്ല. ഇതുപോലെ കുറേ പരിപാടിയോട്ടാണ് അവിടെ പോകുന്നു, ആ കേസ് പ്രതി പിടിക്കുന്നു, ഇവിടെ വരുന്നു, അവിടെ തടി നോക്കുന്നു, ഇവിടെ തടി നോക്കുന്നു, ഓട്ടമാണ്. പിന്നെ അവിടെ റെയ്ഡ്, ഇവിടെ റെയ്ഡ്. അതിനിടയ്ക്ക് നമ്മുടെ ബസ് കത്തിച്ച കേസ് അന്വേഷണം, അതിലൊരു പ്രതിയെ പിടിക്കാൻ ഇവിടെ പോയിട്ടൊക്കെ വന്നേ ഉള്ളൂ. ആ സമയത്ത് നമ്മുടെ തീവ്രവാദ കേസിലെ പ്രതിയെ പോയി കൊണ്ടുവന്നു. അത് പുറകെ പറയാം, അത് രസമുള്ള. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞു ഇങ്ങനെ അവിടെ സ്പിരിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കേട്ടപ്പോൾ ഇത്രയും ലിറ്റർ സ്പിരിറ്റ് കേട്ടിട്ട് പിടിക്കാതെ പോകുന്നത് എങ്ങനെയാ? അപ്പം അവൻ എന്നോട് പറഞ്ഞു, സാറേ അവിടെ ആരെങ്കിലും വേറെ വിധത്തിൽ പുറത്തു പോയാൽ നിങ്ങൾ ചെല്ലുന്നതിനും ഇതിനകത്ത് വെള്ളം കൂട്ടും. അപ്പോൾ സ്പിരിറ്റ് ചാരായമായി. സ്പിരിറ്റ് കിട്ടണമെങ്കിൽ നേരെ ഇപ്പം ചെല്ലണം, രാവിലെ 7 മണിക്കും ഈ സാധനം മാറിപ്പോകുന്നു. ഞാൻ രാത്രി കമ്മീഷണർ വിളിച്ചു. കമ്മീഷണർ നേരെ അദ്ദേഹത്തിൻ്റെ പരിധിയല്ലല്ലോ, അദ്ദേഹം IG വിളിച്ചു. അപ്പോൾ പറഞ്ഞു ഇനി ആരെ അവിടെ വിളിച്ച് അറിയിക്കാൻ നിൽക്കണ്ട, പോയി ഓപ്പറേറ്റ് ചെയ്യും, അതിനുശേഷം അവരെ വിളിച്ചാൽ മതി, അവിടുത്തെ പോലീസിനെ അറിയിച്ചാൽ മതിയോ? ഞാൻ പറഞ്ഞു സാറേ അവർക്ക് വല്ല ദേഷ്യമാവും. അതിൽ IG പറഞ്ഞിട്ടല്ലേ പൊക്കടാൻ പറഞ്ഞു. ഞങ്ങൾ നേരെ ബ്രഷ് പോലും ചെയ്യാതെ എല്ലാവരും കൂടെ നേരെ അങ്ങോട്ടേക്ക് വിട്ടു. ആലുവ ചെന്ന് കുറച്ച് കറങ്ങി, പാലം ഇറങ്ങി റൈറ്റ് സൈഡിലുള്ള ഗോഡൌണിൽ ചെന്ന് കയറിയപ്പോൾ അവിടെ വാർക്ക നിൽക്കുന്നവർ, ഞങ്ങൾ ആദ്യം മഫീലായിരുന്നത്, അകത്തോട്ട് കയറ്റത്തില്ലേ, വേഗം പിടിച്ച് തലയൊക്കെ മാറ്റിയിട്ട് അകത്തോട്ട് കയറി. അപ്പോൾ കുറേ യൂണിഫോമുള്ള പോലീസുകാർ വന്നത് നോക്കിയപ്പോൾ ഇങ്ങനെ, ഞാൻ അത്രയും ലിറ്റർ സ്പിരിറ്റ് ഒന്നും കണ്ടില്ല. ഒരു വലിയ ഗോഡൌൺ നിറച്ച് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് സ്പിരിറ്റ്. അനേകായിരം കുപ്പി ചാരായമാകാൻ വേണ്ടി മനുഷ്യരെ കാത്തിരിക്കുന്ന വലിയ ഒരു മദ്യത്തിന്റെ കൂട്ടം. അത് കയ്യിലെടുത്ത് മാനേജറെ പിടിച്ചു, അവിടെ പിടിച്ചു. ബാക്കി 2-3 പേരെ കൂടെ വരട്ടി ചോദിച്ചപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൂടെ എടുത്തു തന്നു. നല്ല കാശാണ്. അതായത് കേരളത്തിൽ അന്ന് വരെ റിപ്പോർട്ട് ചെയ്യൽ വെച്ച് ഏറ്റവും നല്ല ഒരു മദ്യവേട്ട, സ്പിരിറ്റ് വേട്ട ഞങ്ങൾ നടത്തി. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ. കാരണം പോയ അവിടുത്തെ വലിയൊരു ഗുണ്ട അല്ലെങ്കിൽ അവനെ പിടിച്ചോണ്ട് വന്നു അവനെ നിരത്ത് നിർത്താൻ അടുത്ത കേസ് കിട്ടി. അത് കഴിഞ്ഞ ആ സമയത്താണ് ഞങ്ങൾ ഈ മറ്റേ അവിടുത്തെ കേസ്, ബസ് കത്തിക്കൽ കേസ് അന്വേഷിച്ചിരുന്നത്. അപ്പോൾ അതും കിട്ടി. ഇവിടെ തിരിച്ചു വന്ന് ഞങ്ങൾ ഇറങ്ങി IG-യോട് റിപ്പോർട്ട് ചെയ്തു. അതിനിടയ്ക്ക് അവിടുത്തെ SP പാർട്ടിയൊക്കെ ഓടി വന്നു. ഞങ്ങൾ ഈ പ്രതികളെയൊക്കെ അവിടെ ഏൽപ്പിച്ച് തിരിച്ചു പോന്നു. വന്ന് ഉച്ചയ്ക്ക് മുമ്പ് അറിഞ്ഞത് അവിടുത്തെ ആ 3 റേഞ്ച് ചാരായം സസ്പെൻഡ് ചെയ്തു. അവിടുത്തെ 3 ഹൈ ലെവൽ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു. അതിൻ്റെ ഇമ്പാക്റ്റ് വലുതായിരുന്നു. പിറ്റേ ദിവസം പത്രങ്ങൾ ഭയങ്കര ആഘോഷം. അപ്പം നമ്മുടെ ജോലി ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. മരടില് കഥ പറഞ്ഞാൽ നമുക്ക് തീർക്കാൻ കഴിയില്ല. ഞാനപ്പോൾ അത് കുറേശ്ശെ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചത്. ഇതിനകത്ത് ഈ മരടിലെ ഗ്രൂപ്പിൽപ്പെട്ടവർ തന്നെ 2ആയിട്ട് മാറി. ഈ മരടിലെ ഈ ആദ്യത്തെ ഗ്രൂപ്പിന് നേതാവിന് ഒരു കൊട്ടേഷൻ കിട്ടി ആരെയോ കൊല്ലാൻ വേണ്ടി. അപ്പോൾ അയാൾ കുറച്ച് ദിവസം ഇയാളെ പുറകെ നടന്നിട്ട് അവിടെ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ പുതുതായിട്ട് വന്ന റിക്രൂട്ട് ചെയ്യപ്പെട്ട ആളെ ഈ വിഷയം ഏൽപ്പിച്ചപ്പോൾ അയാൾ നേരെ പോകുന്നു, അവന്റെ വീട്ടിൽ കയറുന്നു. അവന്റെ വീടിനകത്തോട്ട് കയറിയപ്പോൾ ആള് കുറച്ച് കുഴപ്പക്കാരനാണ്. അവൻ അവിടെ നിന്ന് ആസിഡ് ബൾബ് വെച്ച് ഇവരെ തിരിച്ചാക്രമിച്ചു. കയ്യിൽ വാളുണ്ടായിരുന്നു. അപ്പൊ അകത്ത് കയറി അവന്റെ കൊച്ചിനെടുത്തിട്ട് കൊച്ചിന്റെ കഴുത്തിൽ വാള് വെച്ചിട്ട് പറഞ്ഞു, നീ വാള് താഴെയിട്ടില്ലേ കൊച്ചിനെ കൊല്ലുന്നു. അപ്പം ഗുണ്ടാണെങ്കിലും കുട്ടികളോട് സ്നേഹമുള്ള മക്കളോട് സ്നേഹം ഉണ്ടാവുമല്ലോ. അവൻ വാള് താഴെ ഇട്ടപ്പോൾ തന്നെ അവനെ വെട്ടി കൊന്നു. ഈ കേസിനകത്ത് ഒക്കെ ശിക്ഷ കിട്ടിയില്ല എന്നുള്ളതാണ് അതിനകത്തൊരു പ്രധാന സംഗതി. ഇത് ഞാനുള്ളപ്പോഴുള്ള കേസല്ല. ഞാനുള്ളപ്പോഴുള്ള ഉണ്ടായ കേസിനെയൊക്കെ പറ്റി ഞങ്ങൾ പുറകെ പറയുന്നുണ്ട്. ഞാനിത് ആമുഖമായിട്ട് കൊച്ചിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികളെ പറ്റി പറയാം. ഞങ്ങൾ ഇവരെപ്പറ്റി വളരെ വിപുലമായ അന്വേഷണം നടത്തി. ആ സമയത്ത് ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും നമ്മുടെ എറണാകുളം സിറ്റിയിൽ നിന്ന് കംപ്ലീറ്റ് പേരും പ്രവർത്തനങ്ങൾ പുറത്തോട്ടാക്കി. ഞങ്ങൾ പുറകെ ട്രാക്ക് ചെയ്ത് നടക്കാൻ തുടങ്ങി. പലരെയും പിടിച്ചവരെയൊക്കെ ജയിലിൽ പോയി. അത്യാവശ്യം ശിക്ഷ കിട്ടി കഴിഞ്ഞിട്ടാണ് അകത്തായത്. അപ്പം അതുകൊണ്ട് അവർക്ക് പ്രവർത്തനം നമ്മുടെ എറണാകുളം സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് മാറ്റി. ഞങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാരൊക്കെ അക്കാലത്ത് വളരെ സ്ട്രോങ് ആയ ഉദ്യോഗസ്ഥന്മാരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് എല്ലാവരും കൂടെ നല്ലൊരു ടീം വർക്ക് ആയതുകൊണ്ട് കയറാൻ പറ്റാതെ എല്ലാവരും പുറത്തുപോയി. ഇവര് തമിഴ്നാട്ടിൽ പോയി പല ഓപ്പറേഷൻസ് ഇവർ നടത്താറുണ്ടായിരുന്നു. അങ്ങനെ തമിഴ്നാട്ടിൽ പോയി ചെയ്യുന്ന അവിടെ ഇവര് സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ചെന്നാൽ അവിടെ നടക്കില്ല, അവന്മാർ മുങ്ങിക്കളയും. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവിടെ ഒരാള് അവിടുത്തെ പോലീസിന്റെ ലിസ്റ്റിലൊക്കെ പെട്ട ആള്, അയാളൊരു 30 കൊലക്കേസിനെ പറ്റിയ പ്രതിയാണ്. അപ്പൊ അയാളാണ് ഇവരെ സൂക്ഷിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന പലരെയും ഇയാൾ അവിടെ സൂക്ഷിക്കാറുണ്ട്. ബാംഗ്ലൂർ അങ്ങനെ ഒരാളുണ്ട്, എനിക്കറിയാം. ഞാൻ അയാളുടെ അടുത്ത് പോയിട്ടുണ്ട് ഇതിനു മുമ്പ്. അവിടെ പോയി ആരാണെന്നറിയാതെ അവരുടെ കൂട്ടത്തിൽ പോയി, ഇവിടുത്തെ ഗുണ്ടകൾ പോകുന്നതിന്റെ കൂട്ടത്തിൽ പോയി ഞാൻ അയാളുടെ പ്രവർത്തനങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. ചെന്നൈയിൽ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. ചെന്നൈയിൽ ചെന്നപ്പം വലിയ രസമാണ്. അയാള് രണ്ടാമതൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്. അത് റഷ്യൻ പെണ്ണിനെയാണ്. അവൾക്കൊരു വലിയ ഫ്ലാറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മോസ്റ്റ് മോഡേൺ ഒരു ബെൻസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇയാൾ താമസിക്കുന്നത് ചെന്നൈ സിറ്റിയിലോട്ട് വരുമ്പം ഒരു വലിയ ഹോട്ടലിന്റെ 3 നിലകളാണ് വാടകയ്ക്ക്. അത് താഴെ
അയാളുടെ ഗുണ്ടകളും കുറച്ച് ആൾക്കാരും ഒക്കെ ഉണ്ടാവും. നടുക്കത്തെ നിലയിൽ അയാളും അയാളുടെ അത്യാവശ്യപ്പെട്ട ആൾക്കാരും മാത്രം, അവർ കോർ ഗ്രൂപ്പ്. അതിന്റെ മുകളിലത്തെ നിലയിൽ വേറെ ഇയാളുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ അനുജന്മാര്, അമ്മാവന്റെ മക്കള്, അങ്ങനെ ബ്ലഡ് റിലേറ്റീവ്സ് എല്ലാം മുകളിലുണ്ട്. എല്ലാവരുടെ കയ്യിലും വെപ്പണുണ്ട്. ഈ വെപ്പണെല്ലാം ബോംബെയിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ കടത്തിക്കൊണ്ടുവരുന്ന, തോക്കിന് പകരം ഉപയോഗിക്കാവുന്ന കത്തികളൊക്കെ പായുന്ന സൈസ് വെപ്പണുകളും ഒക്കെ ആയിട്ടാണ്. ഇവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരും. അവര് തമിഴ്നാടിന്റെ വളരെ തെക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലത്താണ് അവരുടെ വീട്. അവിടെ നിന്ന് വലിയ വണ്ടികളിൽ ബിരിയാണിയും ഭക്ഷണമൊക്കെ നിറച്ചിട്ട് ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഇവിടെ കൊടുത്തയക്കും. അപ്പൊ ഞാൻ ഇയാളെ എങ്ങനെയാണ് ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെ അവിടെ ഉണ്ട്, എന്തൊക്കെയാണ് ഇതിന്റെ സെറ്റപ്പ്, ഇവരെങ്ങനെയാണ് കഴിയണമെന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ഒരാൾ വഴി സ്വാധീനിച്ച്, ഞാൻ ആരാണെന്ന് പറയാതെ ഒരാവശ്യമുണ്ട്, എനിക്ക് കോയമ്പത്തൂർ ഒരു കൊട്ടേഷൻ ആവശ്യമുണ്ട്, എൻ്റെ പ്രോപ്പർട്ടി ഒക്കെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭൂമി കയ്യേറിയിട്ടുണ്ട്, എൻ്റെ കെട്ടിടം വിട്ടു തരുന്നില്ല, അപ്പൊ അതുകൊണ്ട് ഇത് ചെയ്തു തരാൻ വേണ്ടിയാണ്, എന്നെ സഹായിക്കണം, പൈസ എത്രയെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാമെന്നും പറഞ്ഞ് ഇയാൾ വഴി ഞാനവിടെ പോയി. താഴെ നിന്ന് പോയി ഞാൻ ഒരു മുണ്ട് ഷർട്ടൊക്കെ ഇട്ടാൻ പോയത്. താഴെ പോയി ഇയാളെ കാണാൻ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. ചെന്നൈയിലെ വലിയ വലിയ പണക്കാർ, വലിയ ബിൽഡേഴ്സ്, വലിയ സ്വാധീനമുള്ളവരൊക്കെ ഇയാളെ കാണാൻ വന്ന് നിൽപ്പുണ്ട്. ഞാൻ അവിടെ ചെന്ന് കയറി ഇയാളെ കാണാൻ വേണ്ടി ചെന്നു. അപ്പൊ എനിക്കൊരു ചെറിയ ഇതുണ്ട്, ഇനി ഇവന്മാർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കേരള പോലീസല്ലേ, കണ്ടം പൊട്ടിക്കാന്ന് ചോദിച്ചാൽ ഇത്ര ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരു അടക്കല്ല, നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടെങ്കിൽ വേറെ കടുത്ത ക്രിയ വല്ലതും ചെയ്യേണ്ടി വരും. അതല്ല, അവിടെ കയറുമ്പോൾ തന്നെ അവർ തപ്പിയൊക്കെ നോക്കും നമ്മളെ, അതുകൊണ്ടൊന്നും കൊണ്ടുപോകാനും പറ്റത്തില്ല. പിന്നെ ഞാൻ മുണ്ടല്ലേ കൊടുത്തിരിക്കണം, അരയിൽ ഒരു പുതിയ ബ്ലേഡ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കൊച്ചിയിൽ നിന്ന് പഠിച്ചതാണ്. എൻ്റെ വിരലിനിടയിൽ പുത്തൻ ബ്ലേഡ് ഇടണം, അതുകൂടെ കയ്യിലുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അതാരും ശ്രദ്ധിച്ചില്ല, ഞാൻ അതുമായിട്ടാണ് കയറിയത്. ഏറ്റവും അവസാനത്തെ ഒരു മാർഗം അതായിരുന്നു. അവിടെ കയറി ഞാൻ ഇയാളോട് സംസാരിച്ചു. ഭയങ്കര റഫാണ്, ഭയങ്കര റഫ്, അങ്ങനെ ലടേ ഇങ്ങനെ ലടേ എന്നൊക്കെ ഉള്ളൊരു സ്റ്റൈലാണ്. ഞാനിങ്ങനെ പാപത്തിൽ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് കോയമ്പത്തൂർ സ്ഥലത്തിനെ പറ്റി അവർക്ക് നല്ല ധാരണയാണ്. ഞാൻ ഒരുവിധം നന്നായിട്ട് പഠിച്ചിട്ടാണ് പോയത്. അപ്പോൾ സ്ഥലവും പ്രോപ്പർട്ടിയും ഒക്കെ പറഞ്ഞപ്പം കൂടെ ഉള്ളവരെ വിളിച്ചിട്ട് പറഞ്ഞ് ഇയാൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കണം, കോയമ്പത്തൂരിൽ തന്നെ വിളിക്കണം. അപ്പോൾ 20 lakhs എന്നോട് പറഞ്ഞു, 20 ലക്ഷം. ഞാൻ പറഞ്ഞ വൈകിട്ട് അറിയിക്കാം, ഞാൻ വീട്ടുകാരോട് ആലോചിച്ചിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. മലയാളിയാണ്, പക്കാ മലയാളമാണ്, എനിക്ക് തമിഴ് അറിയാം, കുറച്ചൊക്കെ അറിയാം. എല്ലാം പറഞ്ഞ് സെറ്റാക്കി ഞാൻ ഇറങ്ങി ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ കയറി കഴിഞ്ഞപ്പം ഞാൻ അവന്മാരുടെ നെറ്റ്വർക്ക് പറയാം, എന്നെ ഒരു കോൾ, തമിഴ്നാട്ടിൽ നിന്നൊരു കോൾ. ഞാൻ ഫോൺ എടുത്തു. അപ്പോൾ അയാളൊക്കെ പറഞ്ഞു, സാർ നിങ്ങൾക്ക് ഞങ്ങൾ കളിപ്പിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ ഈ തൊഴിലുമായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇതിനകത്ത് നല്ല സ്മാർട്ടാണ്. ഞാൻ ചെന്ത് പറ്റി, അയ്യാ എന്നെ ഒന്ന് അപ്പുറം ഞാൻ അയ്യ എന്നൊന്നും വിളിക്കണ്ട, ഒക്കെ ഞങ്ങൾക്കറിയാം, സാറ് അവിടുത്തെ എറണാകുളത്തെ ACB ആണെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളിതൊക്കെ നോക്കാൻ വന്നാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പറഞ്ഞു വിട്ടവനെ ഞാനൊന്ന് കാണുന്നുണ്ട്, സാർ തിരിച്ചു വന്നു, സാർ ഞങ്ങളുടെ ഗസ്റ്റായിട്ട് ഒരാഴ്ച നിന്നിട്ട് പോകാം. നമ്മൾ ഒരു ഗസ്റ്റും ഇല്ല, ഞാൻ എല്ലാവരും ഒന്ന് കാണാനും പഠിക്കാനും നിങ്ങളുടെ ഓപ്പറേഷൻ സ്റ്റൈല്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട് എന്നറിയാൻ വന്നതാണ്. സെയിം തന്നെ ഞങ്ങൾ ബാംഗ്ലൂരും പോയി നോക്കി. ബാംഗ്ലൂർ ഇവിടെ നിന്ന് പോകുന്ന എല്ലാ ക്രിമിനൽസിനെയും സംരക്ഷിക്കുന്ന ഒരാളുണ്ട്, ആൾ കൊല്ലംകാരനാണ്. ഞാൻ അയാളുടെ അടുത്തും പോയിട്ടുണ്ട്. അയാൾ വിചാരിച്ചാൽ ഞാൻ അവിടെ എന്തോ ബാംഗ്ലൂർ അയാൾക്ക് എന്തോ സഹായം മേടിക്കാൻ പോയതാണ്. പക്ഷെ ഞാൻ തിരുവല്ലയിൽ ഇരിക്കുമ്പോഴാണ് പോയത്. അയാൾ ഇവിടെ നിന്ന് പോകുന്ന തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ഗുണ്ടായിസം, കൊട്ടേഷനും അടിപിടിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ അവിടെ കൊണ്ടുപോകും. അയാൾക്ക് അവിടെ പല ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പോകുന്നവരെ അവിടെ കൊണ്ടുപോയി ഇതിന് ഉപയോഗിക്കും. അവർക്ക് അവിടെ നിൽക്കാൻ ഒരവസരം, അതിന് വേണ്ടിയിട്ട് അവർ ഭക്ഷണം കഴിക്കാനും കിടന്നുറങ്ങാനും കണ്ടുപിടിക്കാനും തോന്നിയാസം കാണിക്കാനും ഒക്കെ ഉള്ള പണം ഇയാൾ കൊടുക്കും. അപ്പോൾ ഇടയ്ക്ക് അവിടെ പോയി അയാളുടെ ഓപ്പറേഷനിൽ പങ്കെടുത്ത് അയാൾ കോടികളാണ് വാങ്ങിക്കണം. അയാൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അതിനുശേഷം അയാൾക്ക് ഇഷ്ടമില്ലാത്തവരെ ഒറ്റിത്തരികയും ചെയ്യും. ഞാൻ പോയത് തിരുവല്ലയിൽ നിന്നുള്ളൊരു സ്പിരിറ്റ് കേസിന്റെ പ്രതി അറസ്റ്റ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ അയാൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ട്രാവൽസുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ അവിടെ വരാറുണ്ട്. അയാളെ പിടിച്ചാൽ ഒറിജിനൽ ഇവിടെ സ്പിരിറ്റ് കൊടുത്ത് അയക്കുന്ന ആൾക്കാരെ കിട്ടുന്നു പറഞ്ഞു. ഈ മരടിലെ ഗുണ്ടകളിൽ പലർക്കും സിഗരറ്റ്, ഇപ്പോൾ വലിയ വലിയ വണ്ടികളിലാണ് സിഗരറ്റ് കൊണ്ടുവരുന്നത്, കോടിക്കണക്കിന് രൂപയുടെ സിഗരറ്റാണ്. ഇതിലെ ഡ്രൈവർമാർ തന്നെ വണ്ടി എവിടെയെങ്കിലും ഒതുക്കി അത് വിറ്റിട്ട് പോക്കളയും. അതല്ലെങ്കിൽ വേറെ ടീം വന്ന് കത്തിയും വാളും ഒക്കെ കാണിച്ച് ആരുമില്ലാത്ത സ്ഥലത്ത് ഇതെല്ലാം വാരിക്കൊണ്ട് പോകും. അതുകൊണ്ട് അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഈ മരടിലെ ടീമാണ്. അതുപോലെ സ്പിരിറ്റ് കേരളത്തിലേക്ക് വരുന്നതിന് അതറിയാലോ, സ്പിരിറ്റ് വരുന്നതിന് മുമ്പ് 2 വണ്ടി ബൈക്ക് മുമ്പേ പോകും, 2 പുറകെ ഉണ്ടാവും. അവരാദ്യമേ നല്ല ഫാസ്റ്റായിട്ട് മുമ്പോട്ട് വരും. ആരും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാലാണ് പുറകെ സ്പിരിറ്റ് വണ്ടി വരണം. പിന്നെ ചെക്ക് പോസ്റ്റൊക്കെ അവർ പൈസ മുടക്കി എന്തെങ്കിലുമൊക്കെ കള്ളത്തരം പറഞ്ഞു പോരും. ഇപ്പോൾ ഈ സ്പിരിറ്റ് കച്ചവടമൊക്കെ ഇവർ ഭയങ്കരമായിട്ട് വിളഞ്ഞ വിത്തുകളാണ്. ഞാൻ നോക്കുന്നുണ്ട്, തിരുവല്ലയിൽ ഒരു CIA അവിടുത്തെ ഒരു സ്പിരിറ്റ് കടത്തുകാരൻ പറഞ്ഞു, സാറേ ഞാനിതൊക്കെ ഇപ്പം നിർത്തി. അവിടെയാണ് ഞങ്ങൾ പിന്നെ പിടിച്ചത്. ഞാനിതൊക്കെ നിർത്തി സാർ, ഇപ്പോൾ ഞാനിത് ഒറ്റിത്തരാം സാറിന്,
ഈ സ്പിരിറ്റ് പോകണമെന്ന് എനിക്കറിയാം, ഞാൻ വെട്ടിത്തരാം, അവനെ പിടിച്ച് കേസെടുക്കണമെന്ന്. അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് ഇവന്റെ എതിർ ഗ്രൂപ്പിൽപ്പെട്ടവൻ ചെറിയ വണ്ടിയുടെ 2 കന്നാസ് 3 കന്നാസ് സ്പിരിറ്റ് കൊണ്ടുപോകുമ്പോൾ ഇവൻ ഈ CIയെ കൊണ്ടുപോയി രാത്രി ഓടിച്ചിരുത്തി ഇവനെ അടിച്ചിട്ട് ഇവനെ പിടിച്ചുകൊണ്ട് CI സ്പിരിറ്റ് കിട്ടിയെന്നും പറഞ്ഞ് ഇവിടെ വന്ന് ഭയങ്കര എഴുത്താണ്. അവിടെ അത് പിടിച്ചു ഇത് പിടിച്ചു സാഹസികമായി പിടിച്ചു എന്നൊക്കെ പറഞ്ഞു. അവൻ ചെയ്തുകൊണ്ടിരുന്നത് അതിനേക്കാൾ രസം, അവൻ വലിയ സ്പിരിറ്റ് ലോഡ് ഈ CIയെ കൊണ്ടുപോയി അവിടെ ഒളിപ്പിച്ചിരുത്തിയിട്ട് അവിടെ ഇരുത്തിയിട്ട് ആളില്ലെന്ന് അറിയാവുന്ന സ്ഥലത്തൂടെ സേഫായിട്ട് ഈ സാധനം ട്രിവാൻഡ്രത്തിന് കൊണ്ടുപോകാൻ അവൻ്റെ പണി. അവനെ ഞങ്ങൾ പിന്നീട് പിടിച്ചു. അവനെ പിടിച്ചപ്പോഴാണ് അവൻ്റെ പ്രതിയെ പിടിക്കാൻ വേണ്ടി ഞാൻ ബാംഗ്ലൂർക്ക് പോയത്. ബാംഗ്ലൂർ ട്രാവൽസിലാണ് ചെന്നത്. അവിടെ എല്ലാം നമ്മളെക്കാൾ മിടുക്കന്മാരാണ് അവർ എന്നാണ് ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അവിടെ തിരക്കി ചെന്നപ്പോൾ അവന്മാരത് ഞെട്ടി, ഇതെങ്ങനെ അറിഞ്ഞ് ഇവിടെ വന്നത്. ഞങ്ങൾ ഒരുപാട് കാലത്തെ ശ്രമം കൊണ്ടും ഒരുപാട് ആൾക്കാരെ പിടിച്ചുമൊക്കെ ചോദിച്ചിട്ടാണ് അത് കണ്ടുപിടിച്ചത്. അവിടെ ചെന്ന് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്നെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, സാർ ഇവിടെ തിരക്കി വന്ന ആൾ ഇനി വരത്തില്ല, ഞങ്ങൾ ജാമ്യം കൊടുക്കാൻ വേണ്ടി തിരുവല്ല കോടതിയിൽ അപേക്ഷ കൊടുത്ത്. ഞാൻ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല, ഈ എല്ലാ ക്രിമിനലുകളെയും ഒറ്റിത്തരുന്ന ആളാണ് എനിക്കിത് പറഞ്ഞു തന്നത്. ഒരു പക്ഷേ ഞാൻ അവിടെ ചെല്ലുമെന്നും അയാൾ അപ്പുറത്ത് വിളിച്ച് പറഞ്ഞു കാണും. ഡബിൾ ഗെയിം ആണല്ലോ. എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് ആ കേസിലെ പ്രതിയെ പിടിച്ചു. കൂടുതൽ മരട് കഥകളുമായി, കൊച്ചിയിലെ ഗുണ്ടകളുടെ വിവരങ്ങളുമായി, പോലീസ് എങ്ങനെയാണ് അവരെ ഔട്ട്സ്മാർട്ട് ചെയ്യുന്നുള്ള കഥകളുമായി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.